ഹലോ, എല്ലാവർക്കും പൾപ്പിറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു വിന്നറാണ്, അതുപോലെ സർവൈവർ ആണ്. ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. ബിക്കോസ് സാധാരണ ഒരു കുട്ടി പഠിച്ച് ജോലി വാങ്ങുന്നതിനും അപ്പുറത്തേക്ക് ആൻസി എന്ന് പറയുന്ന വ്യക്തി HSST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ 10ാം റാങ്കിലേക്ക് വരുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അയാളുടെ അധ്വാനം ഉണ്ട്. മാത്രമല്ല അല്ലെ, കടന്നുപോയ ഒരുപാട് വഴികളുണ്ട്. അപ്പം അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സെഷനിലോട്ട് വരുന്നത്. സോ ആൻസി, കൺഗ്രാറ്റുലേഷൻസ്. HSSTയുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ 10ാം റാങ്ക് ഹോൾഡർ ആണ്. നിങ്ങൾക്കറിയാം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇപ്പം ഏറ്റവും റാപ്പിഡായിട്ട് നിയമനം നടക്കാൻ പോകുന്ന, ഒരു പക്ഷേ ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ആൻസിയും ജോലിക്ക് കയറും. ആൻസിയുടെ എൻ്റെ ഫാമിലിയും ഭയങ്കര സന്തോഷമാണ്. അതിൽ സന്തോഷമാണ് നമുക്ക്. കാര്യം പേഴ്സണൽ മെന്റർഷിപ്പിന്റെ ഒക്കെ ഒരു എന്താ, ആൻസി പക്ക HSC ഇംഗ്ലീഷ് ഏറ്റവും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. നമ്മൾ ആൻസിയെ കാണുന്ന സമയത്ത് റാങ്ക് ലിസ്റ്റുകളിൽ മുന്നിൽ വരുന്നു, കൃത്യമായിട്ട് ഡൗട്ട് ചോദിക്കുന്നു. ഏറ്റവും നന്നായിട്ട് HSC ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരുന്ന ആൻസി പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ക്വാളിഫൈഡ് ആണെന്ന് നമ്മൾ അറിയുന്നു. സോ ഓപ്പർച്യൂണിറ്റീസ് രണ്ടും ഒരുപോലെ വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ആൻസി വളരെ ഡൗട്ട്ഫുൾ ആയിട്ട് ചോദിക്കുന്നു, ഇതിലേത് പോകണം. അപ്പം രണ്ടും കൂടി പറ്റില്ല എന്നുള്ളത് കൊണ്ട് HSC ഇംഗ്ലീഷ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് HSST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നുള്ളൊരു ഡിസിഷനിലോട്ട് വരുന്നു. അത് ആൻസിയെ സംബന്ധിച്ച് പ്രീ റിട്ടൺ ആണെന്ന് ഞാൻ പറയും. ദൈവം അതിന്റെ എക്സാക്ട് കാൽക്കുലേഷനിൽ കറക്റ്റ് ടൈമിങ്ങിൽ എൻറ്റയർലി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് 2 മാസം കൊണ്ട് HSST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കുന്നു. അതിൽ 10ാമത്തെ റാങ്കാണ് ആള് ക്വാളിഫൈ ചെയ്യുന്നത്. ആൻഡ് ഈ പഠിച്ച കാലഘട്ടം ആൻസിയുടെ ജീവിതത്തിലെ ഏറ്റവും ദുരിത കാലഘട്ടം കൂടിയാണ്. ക്രൈസിസ് ഉണ്ടാവുമ്പോൾ പെർഫോം ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ വിജയികൾ. ബാക്കി ആൻസി പറയും. ആൻസി, ഒന്ന് ഈ റാങ്ക് ലിസ്റ്റിൽ പേര് കണ്ട നിമിഷം എന്താ തോന്നിയേ? ഭയങ്കര സന്തോഷം. അതിനോടൊപ്പം തന്നെ ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ഇപ്പോഴും റാങ്ക് ലിസ്റ്റിലുണ്ട്, ഉടൻ നിയമനം കിട്ടും എന്നൊക്കെ പറയുമ്പോഴും ഒരു റിയാലിറ്റി ചെക്കിലേക്ക് എപ്പോഴും ഞാൻ പിന്നെയും പോകുന്നുണ്ട്. അത് വിശ്വസിക്കാൻ പറ്റാത്ത ലെവലിൽ ഒരുപാട് സന്തോഷവും അതുപോലെ ആ ഒരു സ്ട്രഗിളും ഒക്കെ എന്നെ എന്താ പറയാ, ആ ഒരു അതിനെ വിശ്വസിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വളരെയധികം അഭിമാനവും ഒരേ സമയത്ത് തന്നെ ഭയങ്കര സന്തോഷവും തോന്നുന്ന ഒരു മൊമെന്റിലാണ് ഇപ്പോൾ ഉള്ളത്. ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചതൊക്കെയും ഇത്രയും വലിയൊരു സന്തോഷം ദൈവം കൈവെള്ളയിലോട്ട് വെച്ച് തരാനുള്ള ഒരു മൊമെന്റിലോട്ടാണ്. 2 കാര്യങ്ങളാണ് ആൻസിയുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായത്. ഒന്ന്, ഡിവോഴ്സിന്റെ പ്രൊസീഡിങ്സ് നടക്കുന്നു. 2, ലൈഫിൽ വലിയൊരു ആക്സിഡന്റ്, അല്ലെ, കാലിൽ കമ്പി ഇട്ടിട്ടുണ്ട്. അതും 6 മന്തോളം ബെഡ് റെസ്റ്റും കാര്യങ്ങളും ആയിരുന്നു. ആ ടൈമാണ് ആൻസി പഠിച്ചു തുടങ്ങിയ. സോ ഇത്രയും മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയി നിൽക്കുന്ന ഒരു സമയം, ആ കാലഘട്ടം എങ്ങനെ ഓർത്തെടുക്കുന്നു ആൻസി? എൻ്റെ മാരേജും എനിക്ക് ആക്സിഡൻറ്റും വളരെ ഭയങ്കര അടുത്ത് സംഭവിച്ച 2 കാര്യങ്ങളായിരുന്നു. മാരേജ് പറയുകയാണെങ്കിൽ ഒരു 2 days ദാമ്പത്യം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. എൻ്റെ പാർട്ട്ണർ ഒട്ടും സോഷ്യൽ അല്ലാത്തൊരു വ്യക്തിയും യാതൊരു തരത്തിൽ ഇമോഷണലി ഇൻ്റലിജൻസ് ഉള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. IQ SQ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇമോഷണലി ഇൻ്റലിജൻ്റ് അല്ല. ഇമോഷണലി ഇൻ്റലിജൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫീലിങ്സ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ മറ്റൊരാളുടെ അവിടെ കൂടെ നിൽക്കുന്നവരുടെ വിഷമങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ വ്യക്തിക്ക് സ്വന്തം ഇമോഷനെയും കാര്യമായിട്ട് വലിയ ധാരണ എന്താണെന്ന് എനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ എന്നെ മനസ്സിലാക്കാൻ പുള്ളി ശ്രമിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. 2 days എന്ന് പറയുമ്പോൾ 2 days ദിവസം മാത്രമാണ് ജീവിച്ചത്. കല്യാണ ദിവസം, കല്യാണത്തിന്റെ പിറ്റേ ദിവസം. അതിനുശേഷം ഞാൻ ആ വ്യക്തിയെ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 19-20 ദിവസത്തോളം ആ വീട്ടിൽ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടുകാരോടൊന്നും പറയാൻ എനിക്ക് പറ്റിയിരുന്നില്ല എന്ന് വെച്ചാൽ ഒരു ലേറ്റ് മാരേജ് ആയിരുന്നു ഉണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് സമൂഹം എന്ത് പറയും, വീട്ടുകാർക്ക് വീണ്ടും നമ്മളൊരു മാതിരിയാവും എന്നുള്ളൊരു വിഷമം എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആരെയും എൻ്റെ പ്രശ്നങ്ങൾ ആദ്യമൊന്നും അറിയിച്ചില്ല. ബ്രദറിന് മാത്രമല്ല, സഹോദരന് മാത്രം ചെറിയ തോതിൽ ഇങ്ങനെ എനിക്ക് പ്രശ്നമുണ്ട്, ഞാൻ അത്രയും ഹാപ്പി അല്ല എന്നറിയാം. പക്ഷെ പിന്നീട് പറയേണ്ടതായിട്ട് വന്നു. നമുക്കറിയാമല്ലോ, സഹകരിച്ച് തന്നെയല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീട്ടുകാർക്ക് എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി. എൻ്റെ ഫാദർ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. വീട്ടിൽ വന്നതിന് വളരെ കുറച്ച് ദിവസം, 3-4 ദിവസം വേണമെങ്കിൽ പറയാം,
എനിക്കൊരു മേജർ ആക്സിഡന്റ്, ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചു. ആക്സിഡന്റിൽ എൻ്റെ ടാലസ് ബോൺ, വലത്തെ കാലിന്റെ ടാലസ് ബോണിന്റെ സെൻട്രൽ പാർട്ട് ബ്രേക്ക് ആവുകയും, ഇപ്പോഴും കമ്പ്ലീറ്റ് അതെ അതെ, അത് സർജറി മുഖേന മാത്രമേ അത് ശരിയാവുള്ളൂ. അങ്ങനെ അതിന്റെ ഒരു സ്ട്രഗിൾ, ഒരു 6 months ബെഡ് റെസ്റ്റ് ആയിരുന്നു. ബെഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പരസഹായം ഇല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതിനോടൊപ്പം ബോഡിലി പെയിനൊക്കെ നമ്മൾ അതിജീവിക്കും, പക്ഷേ നമുക്ക് മെന്റലി ഉണ്ടാവുന്ന ആ സ്ട്രഗിൾ ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതായിരുന്നു. ആ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. കാരണം ഒരാളുടെ സഹായം ഇല്ലാതെ നമുക്കൊരു ബാത്റൂമിൽ പോലും പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത മോശം അവസ്ഥയാണ്. ലൈഫിൽ അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ. എന്നാലും ആ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ ഒരുപാട് പോലീസ് കേസുകൾ അതൊക്കെ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നു. ബെഡിൽ വന്നിരുന്ന് എൻ്റെ ബെഡിന്റെ അരികിൽ വന്നിരുന്ന് മൊഴിയെടുത്തിട്ട് പോയ പോലീസുകാർ വരെ ഉണ്ട്. അപ്പം ആ ഒരു അവസ്ഥ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് മനസ്സിലാവും. ഒക്കെ അതെ അതെ, ട്രയൽ സെഷൻസ് പിന്നീട് എനിക്ക് നടക്കാൻ തുടങ്ങിയ കുറച്ച് കാലത്തിനിപ്പുറം ട്രയലും മറ്റു കാര്യങ്ങൾ. ഈ എക്സാമിന്റെ സമയം എന്ന് പറയുന്നത് ഒരു മെയിലാണ് ഈ സിലബസ് വരുന്നതെങ്കിൽ അടുത്ത 2 മാസത്തിനകമായിരുന്നു എക്സാമിനേഷൻ ഉണ്ടായിരുന്നത്. ആ ഒരു എക്സാം സിലബസ് പബ്ലിഷ് ചെയ്തു വിത്തിൻ ഡേയ്സ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ട്രയൽ കോടതിയിൽ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. ട്രയൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും, അത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ട്രയൽ സെഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ മാക്സിമം ഇമോഷണലി മെന്റലി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു മീൻസ് അവസ്ഥയിലൂടെയാണ് അവരുടെ വക്കീൽമാർ ചെയ്യുന്നത്. അത് എനിക്ക് പുതിയ അനുഭവമാണ്. എനിക്ക് പ്രീവിയസ്ലി ആരും പറഞ്ഞു കേട്ട അറിവില്ല. ആ ഒരു ട്രോമ എന്ന് പറയുന്നത് ആർക്കും വരാതിരിക്കട്ടെ, പക്ഷെ അത് ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നു. അതിനിടയിലാണ് ഞാൻ ഈ സിലബസ് നോക്കുന്നതും പഠിക്കുന്നതും. അതൊരു സത്യം പറഞ്ഞാൽ ആ ഒരു അവസ്ഥയും ബോഡിലി ആയിട്ടുള്ള പ്രഷേഴ്സും എല്ലാം ബാലൻസ് ചെയ്താണ് ഈ എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്തത്. കോച്ചിങ് എടുക്കാൻ പലയിടത്തും നോക്കിയിട്ട് നടന്നില്ല, പക്ഷെ മാമിനെ പോലുള്ള മെന്റേഴ്സ് ആണ് എനിക്ക് ആ ഒരു സമയത്ത് ഇങ്ങനെ പഠിച്ചാൽ മതി, ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്താൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാമിന്റെ ഡീകോഡിങ് സെഷൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടാണ് കൂടുതലും മാമിനെ കുറിച്ച് അറിയുന്നതും മാമിന്റെ മെന്റർഷിപ്പിൽ വരാനൊക്കെ എനിക്ക് പറ്റിയതും. ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം ഈ കോർട്ടിൽ ട്രയൽ പോയി വരിക എന്ന് പറയുന്നത് വളരെ ടീഡിയസ് ആയിട്ടുള്ളതും ടീഡിയസിന്റെ ഉപരി മെന്റലി നമ്മളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള അവസ്ഥയിലൂടെ, എന്റെ മാത്രമല്ല ഫാമിലിയിലുള്ള എല്ലാവർക്കും അതൊരു വേദനയായിരുന്നു. അതെ, ആ ഒരു വീക്ക് ഫുള്ളും മിക്കവാറും ഒന്നും പഠിക്കാൻ തന്നെ ചിലപ്പോൾ പറ്റത്തില്ല. പക്ഷെ ആ ഒരു സ്ട്രഗിൾ ആണെന്ന് തോന്നി എന്നെ മെന്റലി വേറെ ലെവലിലേക്ക് എന്നെ മെച്ചുവർ ആക്കുമായിരുന്നു. കുറച്ചുകൂടെ ബോൾഡ് ആക്കി വെച്ചാൽ നമുക്ക് ചില സമയത്ത് സ്ട്രഗിൾ വേണം, എന്നാലും നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് അറിയാൻ പറ്റും. ഏത് സ്ട്രെങ്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ പറ്റുമെന്ന് ഇപ്പോഴും ആ 2 മാസം ഞാൻ എങ്ങനെ അതിജീവിച്ചത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അത്രയ്ക്കും ഓരോ വേർഡും എടുത്ത് ഞാൻ പഠിച്ച സമയങ്ങളുണ്ട്. കാരണം നോട്ട്സ് കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. കാരണം എന്തായാലും പുതിയ സിലബസ് ആ ഒരു സിലബസിലോട്ട് വരുമ്പോ ഒന്ന് ഒത്തിരി പേർക്ക് അറിയാൻ ആകാംക്ഷയുള്ളൊരു കാര്യമാണ് ഈ സിലബസിന്റെ ഒരു സ്പെസിഫിക്കേഷൻ. അതുപോലെ തന്നെ പരീക്ഷ കുറെ നാളായിട്ട് ഇത് കറക്റ്റ് ഒരു എലിജിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നിയമനം നടക്കാതിരിക്കുന്ന പോസ്റ്റ് ഒക്കെ ആയിരുന്നു. ഒരുപാട് കേസുകൾക്കൊടുവിലാണ് ഇപ്പം കറക്റ്റ് എലിജിബിലിറ്റി വെച്ചിട്ട് ഇത്തവണ HSST വന്നത്. അപ്പോൾ ഈ സ്ട്രഗിൾസിന്റെ ഒക്കെ ഇടയിലും പഠിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു വലിയ തന്റെ ഒരു വിൽ പവർ നമ്മൾ അന്നേ സമ്മതിച്ചെന്ന കാര്യമാണ്. HSC നന്നായിട്ട് പഠിച്ചോണ്ടിരുന്നു. അപ്പം അത് ഡ്രോപ്പ് ചെയ്തിട്ട് HSSTയിലോട്ട് തിരിയാനുണ്ടായ ആ ഡിസിഷന്റെ ഫേംനെസ് ഒക്കെ അത് ശരിക്കും പറഞ്ഞാൽ ഈ HSC നമ്മള് ഏകദേശം ഒരു 2024 ഡിസംബറിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇതിന്റെ എക്സാം ഒരു എക്സാമിനെ കുറിച്ചൊക്കെ കുറച്ചൊരു ക്ലാരിറ്റി വന്നത് മെയ് എൻഡോടുകൂടിയാണ്. അപ്പൊ ഏകദേശം ഞാൻ 50% HSA കവർ ആയി കഴിഞ്ഞു. പക്ഷെ ഇത് വന്നപ്പോ എനിക്ക് ഇത് ഞാൻ ആ ക്വാളിഫിക്കേഷൻ എനിക്ക് ഉണ്ട്. അപ്പോൾ HSC എന്ന് പറയുന്ന കുറച്ചും കൂടെ കോമ്പറ്റേറ്റീവ് ആണ്. ഇതിനെപ്പറ്റി എനിക്ക് ഈ എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ള കേരളത്തിൽ എനിക്കൊന്നും ആർക്കും പറ്റിയ ധാരണയില്ലായിരുന്നു. അപ്പോഴാണ് മാമിനോട് ഇതിനെപ്പറ്റി ഞാൻ ചോദിക്കുന്നത്. മാമിൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നതിനിടയിൽ ഇത് ചോദിക്കുകയും മാം ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, HSSC കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് അല്ലേ കുറച്ചുകൂടെ സാധ്യതയുള്ളത്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ മാം പറഞ്ഞ ആ ഒരു മൊമെന്റ് ആണ് ഞാനത് കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്ത്. രണ്ടും കൂടെ നടക്കത്തില്ല. ഇന്ന് 19 ആണെങ്കിൽ 20-ാം തീയതിയാണ് HSAയുടെ എക്സാമും HSSTയുടെ 19-ാം തീയതി. അപ്പോൾ ഒരു ഗ്യാപ്പ് പോലും നമുക്ക് ഇല്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ആദ്യം വിചാരിച്ച് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് അത്രയും വാസ്റ്റും ആയിരുന്നു. നമുക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് വലിയ ധാരണയില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പഠിക്കാം.
എന്തില് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്നില് മൾട്ടി ടാസ്ക് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് അവസ്ഥ ഇതാണ്. അതെ അതെ അതെ, വർക്ക് ചെയ്തിട്ട് ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായം, മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരിടത്തെ എത്ര ചെന്നാലും 100% കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ആ സമയത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പ്രൈവറ്റ് കോളേജിൽ. പ്രൈവറ്റ് കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയമായത്, പ്രൈവറ്റ് കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ, നമുക്ക് അത്രയും പ്രഷറുണ്ട്. പോർഷൻസ്, പിന്നെ നമ്മൾ പല പല അക്രഡിറ്റേഷൻ പ്രോസസ് ഒക്കെ എൻ്റെ ഇടയിലായിരിക്കും ഈ എക്സാംസ് ഒക്കെ വന്നു പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഞാൻ എന്തായാലും അതിന് ബ്രേക്ക് എടുക്കണം. അല്ല, ഇപ്പം ബ്രേക്ക് എടുക്കാതെ നമുക്കിത് പറ്റത്തില്ല എന്ന് എനിക്ക് പിടി കിട്ടി. അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ്ലി HSSC കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിലേക്ക് HSC ഡ്രോപ്പ് ചെയ്ത് വരുന്നതും. പിന്നെ എന്തായാലും ഈ പറഞ്ഞ സ്ട്രഗിൾസിനിടയിലുള്ള ഒരു പഠിത്തമായിരുന്നു എന്ന് വെച്ചാൽ എഴുതുക എന്നുള്ളതായിരുന്നു. ഒരു പോർഷന്റെ ടോപ്പിക് എടുത്തിട്ട് ഹിന്ദിയിൽ എവിടെയൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഈ സെഷൻ പഠിപ്പിക്കുന്ന സിലബസ് ഉണ്ടെന്ന് നോക്കിയത്, മാം പറഞ്ഞത് ബേസിസിലാണ് പല കമ്മ്യൂണിറ്റി ഇംഗ്ലീഷുള്ള സിലബസ് ഞാൻ നോക്കിയത്. മാർക്കേഴ്സിലൊക്കെ പോയിട്ട് അതായത് പക്ക ബുക്ക് എടുക്കുക, എന്ത് വായിക്കുക, പിന്നെ ഫുള്ളൊന്നും ചിലപ്പോൾ വായിക്കാൻ പറ്റത്തില്ല, അപ്പൊ ChatGPT ഇട്ട് കൊടുത്തിട്ട് മെയിൻ പോയിന്റ്സ് എങ്കിലും എടുക്കുമായിരുന്നു. കാരണം അത്രയും സമയം ഉണ്ടായിരുന്നു. സ്മാർട്ട് സ്റ്റഡി ആണ് ചെയ്തത് 2 മാസം കൊണ്ട് പക്ക. അത് നമ്മൾ അന്ന് ആൻസിയോട് പറയുന്നതും അതുകൊണ്ടാണ്, വേക്കൻസികളുണ്ട്, അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എന്നുള്ളതുകൊണ്ട്. HSCയുടെ കോമ്പറ്റീഷൻ HSST ഇല്ല എന്നുള്ളതുകൊണ്ട്. പിന്നീട് പഠിച്ച കാര്യങ്ങളൊക്കെ ഒത്തിരി വട്ടം റിവൈസ് ചെയ്ത് അങ്ങനെയാണോ പോയത്? പിന്നെ നിങ്ങളുടെ സിലബസ് വളരെ കൺസൈസ് ഒരു സിലബസ് ആയിരുന്നു അല്ലേ? പക്ഷെ കൺസൈസ് ആണെന്ന് പറയുമ്പോഴും ഒത്തിരി ഇരകീറി പഠിക്കേണ്ട ഏരിയാസ് ഉണ്ടായിരുന്നു. ഒത്തിരി ഡെപ്തില് ചോദ്യങ്ങൾ വരാവുന്ന ഏരിയാസ് ഉണ്ടായിരുന്നു. അപ്പം PG ഡിപ്ലോമ ചെയ്ത ഒരാളാണ് ഹൈദരാബാദ് ജുഡീഷ്യൽ ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അവിടുത്തെ ഒരു ടീച്ചിങ്ങിന്റെ ഗുണമായിരിക്കാം, അവിടുത്തെ ഒരു കിട്ടിയ ഒരു എക്സ്പോഷറാണ് എനിക്ക് ഇത് ഈ ഏരിയ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെന്ന് വെച്ചാൽ ഈ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. കാരണം കാലങ്ങനെ അധികം താത്തിട്ട് ഇരിക്കാൻ, സർജറി കഴിഞ്ഞത് ഭയങ്കരമായിട്ട് സ്വെല്ലിങ് വരും. പിന്നെ എനിക്ക് നടക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാൻ ചെയ്യുന്നത് പ്രൊമോഡോറോ ആയിരുന്നു. അതായത് 25 മിനിറ്റ്സ് പഠിക്കും, ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കും. അങ്ങനെ ഒരു 4 പ്രൊമോഡോറോ കഴിയുമ്പോൾ ഒരു വലിയ ബ്രേക്ക് എടുക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റി. കണ്ടിന്യൂസ് 1 മണിക്കൂറിന് പഠിക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മളങ്ങ് ബ്രെയിൻ അങ്ങ് ഡൗൺ ആവും. അപ്പൊ ആ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ്സ് ബ്രേക്ക്, പിന്നെ 25 മിനിറ്റ്സ് പഠിക്കുക. അത് എനിക്ക് കുറച്ച് അതുകൊണ്ട് തന്നെ എനിക്ക് 10 hours ഒക്കെ ചില ദിവസങ്ങളിൽ 10, ചിലപ്പോൾ 12 hours എടുത്ത ദിവസം കൊണ്ട് എന്നും പറ്റത്തില്ല കേട്ടോ. പ്രയറൈറ്റൈസ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഒരു ഡൂ ലിസ്റ്റ് ഉണ്ടാക്കും മോർണിംഗ്. അത് ആദ്യമൊക്കെ ഞാൻ മൊബൈലിൽ ടൈപ്പ് ചെയ്തായിരുന്നു ഡൂ ലിസ്റ്റ്. ഞാൻ ലൈഫ് സ്കിൽസ് ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് ആ ഒരു ടെക്നീക്സ് ഒക്കെ എനിക്ക് കുറച്ച് അറിയായിരുന്നു. അപ്പം ഈ ഡൂ ലിസ്റ്റ് ഫോണിൽ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ ടൈപ്പ് ചെയ്യുന്നതിന്റെയും എഴുതുന്നതിന്റെയും ഡിഫറൻസ് എനിക്ക് ഫീൽ എഴുതി വെക്കുമ്പോൾ എനിക്ക് ബ്രെയിനോട് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ആ ടിക്ക് ഇട്ടിട്ട് വരുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫൈങ് ഫീൽ വെച്ചാൽ ഭയങ്കര. പക്ഷെ ഇങ്ങനെ അത് പറ്റില്ല കേട്ടോ, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഇടയ്ക്ക് ചീറ്റ് ചെയ്യാൻ തോന്നുന്ന ഡേയ്സ്. പിന്നെ എനിക്ക് ഫിസിക്കൽ ഇഷ്യൂസും ഹോർമോണൽ ഇംബാലൻസും ഒക്കെ കുറെ ഞാൻ സഫർ ചെയ്ത ഒരു സമയം കൂടെ ആയിരുന്നു. ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ആയിട്ട്, മുടി കൊഴിച്ചിട്ടും തൈറോയ്ഡൽ ഇംബാലൻസ് ഒക്കെ വന്നിട്ട്. അപ്പൊ എനിക്ക് തന്നെ ചില സമയത്ത് അറിയുന്നില്ലായിരുന്നില്ല എനിക്ക് ഇത് ഹോർമോണൽ ഇഷ്യൂ ആണ്. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് പറ്റാത്തത് കൊണ്ടാണെന്നാണ്. ഒരു ഡോക്ടറെ കണ്ടിട്ടാണ് ഇതാണ് സീരിയസ്, ഇത് ടാക്കിൾ ചെയ്യണം, ഇതന്റെ D3 ഒക്കെ എനിക്ക് ഒരു 12 താഴെ പോയിരുന്നു. അപ്പൊ ആ ഒരു ഇംബാലൻസും എന്റെ ബോഡിയിലേക്ക് ഉണ്ടായിരുന്നു. ഇടയിലും സത്യം പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ബ്രെയിനിന് കൊടുക്കുന്ന ഒരു എനർജി, നമ്മൾ ആ ബോഡി മൈൻഡ് ഡ്യുവലിസം എന്ന് പറയുന്ന പോലെ ആ മൈൻഡ് ബോഡിക്ക് കൊടുക്കുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. അതെന്റെ സർജറി ടൈമിലും പിന്നെ ആഫ്റ്റർ നടത്ത തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ അത് ശരിക്ക് റിയലൈസ് ചെയ്തതാണ്. എത്രത്തോളം നമുക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ട് ബോഡിയെ വർക്ക് ചെയ്യിപ്പിക്കാന്നുള്ളത്. അതെനിക്ക് നല്ലൊരു പ്ലസ് ആയി ഈ ഒരു എക്സാമിന്. സ്റ്റെബിലിറ്റി ഉള്ള ജോബ് അല്ലേ ഞാൻ വർക്ക് ചെയ്തത് 10 വർഷത്തോളം ഞാൻ സെൽഫ് ഫിനാൻസിങ്ങിന്. അപ്പം അവിടുത്തെ ഒരു ഇൻസെക്യൂരിറ്റി എനിക്കറിയാം. ചില സമയത്ത് നെപ്പോട്ടിസത്തിന്റെയും ഫേവറിസത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടും പഴക്കും പോയത് കാരണം ഒരു സ്റ്റേബിൾ ആയ ജോലി, ആരെയും ആശ്രയിക്കാതെ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുക, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ഫെയിൽഡ് മാരേജ് ആയിട്ട് വീട്ടിൽ നിൽക്കുന്ന പിന്നെ അച്ഛനെ ഒക്കെ കണ്ടപ്പോ അവരുടെ ഒരു സന്തോഷത്തിന്റെ തിളക്കം എന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയിക്കുന്ന ഒരു കാര്യമാണ്. അവർ ഭയങ്കര പ്രൗഡാണ്. അവർ വളരെ പ്രൗഡാണ്. പിന്നെ നിങ്ങളുടെ HSST ഇന്റർവ്യൂ ഒരുപാട് ചർച്ചകളിൽ ഇടം നേടിയ കാര്യമാണ്. അത് ഇപ്പൊ നമ്മുടെ ഡാൻസ് എന്ന് പറഞ്ഞു,
PSC ചെയർമാൻ ആയിരുന്നു ഇന്റർവ്യൂ പാനലിലെ ഒത്ത നടുക്കിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. മേ ബി ഇത്ര കേസുകളിലൊക്കെ ആയതുകൊണ്ടായിരിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ എക്സ്പീരിയൻസ്? എന്തൊക്കെ ചോദിച്ചു? നമ്മുടെ HSI സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കും ഇതൊക്കെ കേൾക്കാൻ. അവരുടെ ഇന്റർവ്യൂ ടൈം ആണ്. HSST എൻ്റെ ഗവൺമെന്റ് സർവീസിലെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. അല്പം എനിക്ക് ഇന്റർവ്യൂ ഒക്കെ പിള്ളേരെ ചെയ്യിപ്പിച്ച് പരിചയമുള്ളൂ, അല്ലാതെ സ്വയം ചെന്ന് ഇരുന്ന് പ്രത്യേകിച്ച് ഗവൺമെന്റ് സർവീസിലെ ഇന്റർവ്യൂസിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ലൈഫ് മീൻസ് ടീച്ചിങ് എക്സ്പീരിയൻസിന്റെ ഗുണം കൊണ്ടായിരിക്കാം മേ ബി സാറ് ചോദിച്ച ചോദ്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു നമ്മള് ചെയർമാന്റെ റൂമിലേക്ക് തന്നെയായിരുന്നു നമ്മുടെ ഇന്റർവ്യൂ സെഷൻ. ആദ്യത്തെ ഒരു 10 പേർക്കായിരുന്നു ആദ്യത്തെ ഡേയിലെ ഇന്റർവ്യൂ. അപ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ തന്നെ സാറിന്റെ റൂം തുറന്ന് കയറുമ്പോൾ തന്നെ കിട്ടിയത് ഒരു വല്ലാത്ത പോസിറ്റിവിറ്റി ആയിരുന്നു. നമ്മുടെ പേരും നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ സാർ ഇങ്ങനെ ഉറക്കം വായിക്കുകയായിരുന്നു. അത് കേട്ട് ചെല്ലുമ്പോൾ നമ്മളൊരു പ്രൗഡ് എന്ന് വെച്ചാൽ നമ്മളെ കുറിച്ചാണല്ലോ മീൻസ് ചെയർമാൻ എടുത്ത് വായിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ചും കൂടെ കോൺഫിഡൻസ് നമുക്ക് കൂടും. ഇരിക്കാൻ പറയും. ബയോഡേറ്റ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം. അതിലെ ഓരോ ബിറ്റും ചോദ്യങ്ങളായിരിക്കാം. നമ്മുടെ ക്വാളിഫിക്കേഷൻ എനിക്ക് എന്നോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്നും ചോദിച്ചില്ല. പുള്ളി തന്നെ ലൗഡ്ലി റീഡ് ചെയ്ത് പറഞ്ഞപ്പോ തന്നെ അവിടെ അണ്ടർസ്റ്റുഡ് എന്നുള്ളത് എനിക്ക് പിടിയിട്ടി. ഡയറക്റ്റ്ലി എന്റെ അംബീഷനിലെ ഒരു വേർഡ് എടുത്തിട്ടായിരുന്നു സാറ് ചോദ്യങ്ങൾ തുടങ്ങിയത്. ഇഫക്റ്റീവ് ടീച്ചിങ് എന്തോ ഒരു വേർഡിലായിരുന്നു ഞാൻ എന്റെ ബയോഡേറ്റ കംപ്ലീറ്റ് എൻഡ് ചെയ്തിരുന്നത്. ആ വേർഡ് എടുത്ത് വെച്ചിട്ട് സാറ് സ്റ്റാർട്ട് ചെയ്തു. എന്താണ് ഇഫക്റ്റീവ് ടീച്ചിങ്? ആൻഡ് സിയുടെ സംബന്ധിച്ചിടത്തോളം ഇഫക്റ്റീവ് ടീച്ചിങ് ഇപ്പൊ 10 years എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ടീച്ചിങ് ഫീൽഡിൽ. എന്താണ് ഇഫക്റ്റീവ് ടീച്ചിങ്? ഒരു ടീച്ചർ എപ്പോഴാണ് ഇഫക്റ്റീവ് ടീച്ചറായി മാറുന്നത് എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. ഇംഗ്ലീഷിലാണോ കേട്ടോ. അതപ്പോ അവർക്ക് അറിയണം എത്രത്തോളം നമ്മള് കേപ്പബിൾ ആണെന്നും. അപ്പൊ പുള്ളിക്കാരൻ അത് ചോദിച്ചതും എനിക്ക് നമ്മൾ DJ വീട്ടിൽ നിൽക്കുന്നവരാണ് അത് കണക്ട് ചെയ്ത് പറയാൻ എനിക്കൊരു എക്സാമ്പിൾ കൊടുക്കാൻ പറ്റി. എങ്ങനെയാണ് ഒരു ഇഫക്റ്റീവ് ടീച്ചർ ആവുന്നത്. അതിൽ നിന്ന് സാർ അടുത്ത ക്വസ്റ്റ്യൻസ് ടെക്നോളജിയും ടീച്ചിങ്ങും എങ്ങനെ റിലേറ്റഡ് ആയി, അത് കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കാം. ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു പ്രീവിയസ്ലി വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ടീച്ചിങ്ങിൽ ഗെയിമിഫിക്കേഷൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നും അറിയാമല്ലോ. ഭയങ്കര എന്താ ഈ അറ്റൻഷൻ സ്പാൻ തീരെ കുറവുള്ള ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ്. പ്രത്യേകിച്ച് സബ്ജക്ട്സ് പഠിക്കുന്ന പോലെ അല്ലല്ലോ ലാംഗ്വേജ്. അപ്പൊ നമ്മൾ കുറച്ച് ഫണ്ണ് കൊണ്ടുവന്നാലേ അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യാൻ ആൻസി ചെയ്തിട്ടുണ്ട്. 13 ടോപ്പ് മാർക്ക്, അതിലൊരാൾ ആൻസി കൂടിയാണ് അല്ലേ. അതെനിക്ക് നല്ലോണത് പുള്ളിക്കാരനെ എത്തിക്കാൻ പറ്റി. അത് സാറ് അത് വെച്ചിട്ട് പുള്ളി എനിക്ക് ഏകദേശം സാറ്റിസ്ഫൈഡ് ആയി. ഉടനെ സബ്ജക്ട് എക്സ്പേർട്ടിലേക്ക് കൊടുക്കുമായിരുന്നു ടോപ്പിക്ക് സംസാരിക്കാനായിട്ട്. പുള്ളിക്കാരത്തെയും തുടങ്ങുന്ന ഒരു ലേഡിയായിരുന്നു. തുടങ്ങുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സിങ്ക്രണിക് ആൻഡ് ഡൈക്രണിക് സ്റ്റഡി. അതിൽ നിന്ന് തന്നെ ഓരോ വ്യക്തിക്ക് എന്ത് ചോദ്യം ചോദിക്കണമെന്ന് അവർ നല്ല ധാരണയിലാണ് വന്നിരുന്നത്. അതിൽ നിന്ന് കണക്ട് ചെയ്ത് തോനെയും ടെക്നോളജിയും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ലാംഗ്വേജിലോട്ടും കൂടെ കയറും, ലിറ്ററേച്ചറിലും കൂടെ കയറും. പിന്നെ മെത്തഡോളജി ഓഫ് ടീച്ചിങ്ങില്, പിന്നെ ചെറിയ രീതിയിൽ ഗ്രാമറൊന്നും അത്ര ഡെപ്തിലല്ല. എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ആ പ്രോഗ്രാമിന് ആവശ്യമുള്ള രീതിയിലുള്ള നോളജ് നമുക്ക് ഉണ്ടോ എന്നുള്ളത് നേടുക എന്നുള്ളതായിരുന്നു. അത് എനിക്ക് എഫക്റ്റീവായിട്ട് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റി. പിന്നെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ്, ബോഡി ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ എനിക്ക് പറയാൻ പറ്റുന്നതായിരുന്നു. അത് ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട്. അതുപോലെ നിർത്താൻ എനിക്ക് പറ്റിയില്ല. ഞാൻ കണ്ടിന്യൂസ്ലി സംസാരിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ സംസാരമാണ് നമ്മളെ അളക്കുന്ന ഒരു. എത്ര നേരം ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? എനിക്കൊരു 5 minutesനപ്പുറം പോയിട്ടില്ല. ചിലർക്ക് 10 minutes ഒക്കെ പോയിന്ന് പറയുന്നുണ്ട്, പക്ഷെ 5 minutes അപ്പുറം പോയിട്ടില്ല. ഓക്കെ. അപ്പോൾ വളരെ ഇനിയിപ്പം 36 വേക്കൻസി ഉണ്ട്. മെയിൻ ലിസ്റ്റിൽ 22 പേരേ ഉള്ളൂ. സപ്ലിയിൽ ഒരാളെത്തോ അല്ലെ. സപ്ലി ലിസ്റ്റ് ഇല്ല എങ്കിലും കേസിൽ ഒക്കെ ആയിട്ട് ഒരാൾ സപ്ലി ലിസ്റ്റിലുണ്ട്. സോ ഉടനെ തന്നെ നിയമനം നടക്കും. അതിനോടൊപ്പം തന്നെ അടുത്ത HSST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നമുക്കൊരു വർഷത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം. ഇപ്പോൾ PG ഡിപ്ലോമയൊക്കെ ആൾക്കാർ ചെയ്ത് തുടങ്ങി. കറക്റ്റായിട്ടുള്ള അറിവുകൾ കറക്റ്റ് സമയത്ത് എത്തുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. മെന്റർഷിപ്പ് ബാച്ചുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നിങ്ങൾക്ക് ഏത് സമയത്ത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ ആൻസിയുടെ മെസ്സേജുകളിലൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പ്ലീസ് ഹെൽപ്പ് ചെയ്ത് പറഞ്ഞൊരു മെസ്സേജ് വന്നപ്പോൾ നമുക്ക് ആ ഒരു എവിടെയോ ആ ഒരു സഫറിങ്ങിന്റെ ആ ഒരു അറ്റം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം ദുരിതകാലങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് ഒരു വലിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറായിട്ട് ഒരുങ്ങി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ആൻസി. ഉറപ്പായിട്ടും
ലൈഫിൽ കുറെ കഷ്ടപ്പെട്ടത് കൊണ്ട് മുന്നിലിരിക്കുന്ന കുട്ടികളല്ലേ അവരുടെ കഷ്ടപ്പാട് ആൻസർക്ക് പിക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ നല്ലൊരു ടീച്ചറായിട്ട് വരട്ടെ. പൾപ്പിച്ചിട്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.